വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നതാ ചെറവല്ലൂരാണ്. അപ്പോൾ ഇന്ന് ജനുവരി 8-ാം തീയതി വൈശാഖിൻ്റെയും അമ്മുവിൻ്റെയും ഫസ്റ്റ് ആനിവേഴ്സറിയാണ് കേട്ടോ. അപ്പോൾ അവരുടെ ഈ ഒരു ആനിവേഴ്സറി ദിവസം എങ്ങനെയായിരിക്കും, ഞങ്ങളിവിടെ എന്തൊക്കെയാണ് ചെയ്യാൻ പോണേ എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ജനുവരി 8-ാം തീയതിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്, പക്ഷെ പോസ്റ്റ് ചെയ്യുക ചിലപ്പോൾ വേറെ വല്ല ദിവസമൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഉച്ചയ്ക്ക് മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, പിന്നെ ഒരു കേക്ക്, പിന്നെ അവൾക്ക് വേണ്ടിയിട്ട് ഒരു കുട്ടി ഫ്രെയിം ഗിഫ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അത്രയ്ക്കാണ് ഇന്നത്തെ പരിപാടി. പിന്നെ ഇന്ന് നിഖിലേട്ടൻ്റെയും കാവ്യേച്ചിയുടെയും കൂടെ ആനിവേഴ്സറിയാണ്, അതായത് വെല്ലിച്ചൻ്റെ മോനാണ് നിഖിലേട്ടൻ, വൈഫാണ് കാവ്യേച്ചി. അപ്പോൾ അവരെയും കൂടെ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്, വൈകിട്ട് ഞങ്ങൾ അങ്ങോട്ടും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം പരിപാടി തുടങ്ങാം. അപ്പം ഞാൻ മന്തി ഉണ്ടാക്കാനുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യട്ടെ കേട്ടോ. നമ്മുടെ ആനിവേഴ്സറി കുട്ടിക്ക് നല്ല പണി കൊടുത്തിട്ട് ക്യാപ്സിക്കം, സവാള, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മന്തി മസാല ഞാൻ റെഡിയാക്കി വെച്ചു, ബാക്കി അവർ ചെയ്തോളാം എന്നാണ് പറഞ്ഞുള്ളത്. അപ്പോൾ അവർ ചെയ്യട്ടെ. അടുത്ത ആനിവേഴ്സറി പാർട്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. കാവ്യ ചേച്ചി മാത്രമുള്ള നിഖിലേട്ടൻ വന്നിട്ടില്ല ഗൈസ്. വല്യമ്മയ്ക്ക് ഒരു ആനിവേഴ്സറി പറഞ്ഞപ്പോ ഒരു ഉമ്മടുത്തെ ഉമ്മ കൊടുക്ക്. ഉമ്മ കൊടുക്കാനെ പറഞ്ഞ് ചിരിച്ചാനല്ല. ഉമ്മ കൊടുക്ക്, നല്ല കുട്ടിയല്ലേ. തുറന്ന ആ വെള്ളത്തിൽ ഓയിൽ തന്നെ കിടന്നിട്ട് ഇങ്ങനെ ഫ്രൈ ആക്കണ പോലെ എടുക്കണം. അങ്ങനെ മകളുടെ ആനിവേഴ്സറി പ്രമാണിച്ച് സീനാൻറ്റി എത്തിയിരിക്കുന്നു, ഒപ്പം സുതിയങ്കളും. നോക്കാൻറ്റി, ആൻറ്റി നോക്കൂലെന്ന്. അത് വൈകിട്ടൊന്നും പോയില്ല, നാളെ പോകും. ഇത് സീനാൻറ്റി കൊടുന്ന സേമിയ പായസം. കല്യാണം പറയാൻ പോവാണ്ട് എത്ര കുഞ്ഞുനെ അപ്പോൾ ദാ ഗൈസ്, നമ്മൾ ഗോതമ്പ്, വലിയ ഗോതമ്പ്, ചെറിയ ഗോതമ്പ്, പിന്നെ ഇതൊക്കെ എന്തോ മരുന്നും, ഇത് നമ്മൾ വെള്ളം തിളപ്പിക്കുന്ന എന്തായിരുന്നു കരിങ്കാലിയാണ് കേട്ടോ. അതൊക്കെ ഉണക്കാൻ വെച്ചതാണമ്മ. അപ്പോൾ ഇതൊക്കെ എടുക്കണം. ഒപ്പം ഇതേ തുണികൾ തിരുമ്പിയത് തോരടാനും ഉണ്ട്. ടാറ്റാ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മോളിക്ക് വന്നാണ്. സീനൻ്റെ താഴെ ഉണ്ട്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ടെറസിൽ നിന്നാലുള്ളൊരു വ്യൂ. ഇത് നമ്മളെ തൊഴുത്താണ്, വലിയ തൊഴുത്താണ് കേട്ടോ. ഇവിടെ നമ്മൾ അടയ്ക്കൊക്കെ ഉണക്കാനിട്ടിട്ടുണ്ട്. ദേ നമ്മുടെ മാവ്. അപ്പോൾ എന്തായാലും ഞാൻ വന്ന പണികൾ തീർക്കട്ടെ. കണ്ടോ, ഇതാണ് ചെറവല്ലൂരിലെ എൻ്റെ വീട്. അപ്പോൾ ബാക്കി പണികളൊക്കെ നോക്കട്ടെ. എന്തായാലും വൈകുന്നേരം സമയം 4:45 ഇപ്പോൾ. അപ്പോൾ ബാക്കി പണികളൊക്കെ തീർത്തിട്ട് വേഗം താഴെ പോവാം.
നല്ല വ്യത്യാസം. കുഴപ്പമില്ല, കേക്ക് നന്നായി മതി. നല്ലതാകുന്നത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കണ്ടേ ഹാപ്പി ആനിവേഴ്സറിന്ന്. ഇതിൽ അത്ര ക്ലിയർ ഒന്നുമില്ല. അമ്മുവിന്റെ ഫോണിൽ എടുക്കായിരുന്നു കേട്ടാ. കേക്ക് ഇഷ്ടപ്പെട്ട? ഇത്തിരി തന്നുള്ളല്ലേ മേമേന്ന്. കിട്ടാ കേക്ക് കിട്ടിയ കേക്ക്. ടാറ്റാ ടാറ്റാ. എന്നിട്ട് ടാറ്റ കൊടുത്തേ. ടാറ്റ ബൈ. നിറ്റു എന്ത് കുറുമ്പ നിറ്റുവോ, എന്ത് കുറുമ്പ കാണിച്ചിരുന്നത്? എന്തിനാ അതൊക്കെ? കണ്ടില്ലേ ഗൈസ്, നിറ്റു ഇവിടെ ഉറക്കാൻ കൊടുന്നതാണ് ഞാൻ അവളെന്നെ കുറച്ചു നേരം. പക്ഷെ ഉറങ്ങാണ്ട് പാല് കുടിച്ചു കഴിഞ്ഞപ്പോൾ തുടങ്ങിയ കളിയാണ്. കണ്ടോ, ഞാൻ ഒതുക്കി വെച്ച സാധനങ്ങളൊക്കെ അവള് കളിപ്പാട്ടങ്ങളൊക്കെ ദേ വാരി വലിച്ച് നിരത്തിയിട്ടിട്ടുണ്ട്. ഞാൻ പറക്കി വെക്കുക, അവള് വലിച്ച് വാരിയിടുക. ഇതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിറ്റു ഇത് വരുന്നതിന് പോണവരൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. നീ മൂക്ക് മറക്കല്ലേ? ശാന്തി ഹൈലൈറ്റ് ആണ്. മൂക്ക് മറിയല്ല. അപ്പം ഞങ്ങൾ രാത്രിയായി. ഇപ്പോൾ സമയം 7:45. ഞങ്ങൾ നിഖിലേട്ടനെയും കാവ്യേച്ചിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അതായത് ശശിവലിച്ചൻ്റെ വീട്ടിൽ പോവുകയാണ്. രാത്രി നമുക്കിനി ഫുഡ് അവിടെയാണോ. ഉച്ചയ്ക്ക് അവരിങ്ങോട്ട് വന്നു, രാത്രി നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പം അമ്മ വന്നിട്ടില്ല. ഞാനും അമ്മും ശ്രേയും മിറ്റ ബേബിയാണുള്ളത്. അപ്പം ഞങ്ങളിനി വേഗം നടക്കട്ടെ. തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ, 2 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ വലിയച്ഛൻ്റെ വീട്ടിലെത്തി. ഇവിടെ കല്യാണം ആയതിൻ്റെ ഭാഗമായിട്ട് ഓരോരോ പണികളുടെ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തന്നെ ഒരുവിധം എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പേരൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളും പിന്നെ തൊട്ടപ്പുറത്തെ വീട്ടിലത്തെ വലിയച്ഛൻ്റെ മകൻ്റെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കാവ്യേച്ചിയുടെ അമ്മയും ചേട്ടനും ഒക്കെ വന്നിരുന്നു കേട്ടോ. എൻ്റെയും ചേട്ടനും വന്നിരുന്നു. അപ്പോൾ ഞാനിതാ ഇനി അവരൊക്കെ വരാൻ സമയം എടുക്കുമല്ലോ എന്ന് വിചാരിച്ച് കുഞ്ഞിപ്പെണ്ണിനെയും കൊണ്ട് ഉമ്മാർത്തിരിക്കുകയായിരുന്നു. മുറിച്ചോ. അല്ല അത് ഞാൻ കണ്ടു. അല്ല ഞാൻ മൊത്തം എടുത്തത്. നല്ല ഫോണിൽ എടുത്തോട്ടെ ആരെങ്കിലും. എന്റെ പൊട്ട ഫോണാണേ. ആ അയ്യാ ഒന്ന് ഓണാക്കടത് ഇന്നെ. ആ ഹാപ്പി ആനിവേഴ്സറി ഡിയേഴ്സ്.
നിറ്റുവാ അയ്യോ വെള്ളത്തിൽ കളിക്കോള് കണ്ണാടി ഇഷ്ടാ. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ അവിടെ ഫുഡ്. പൊറോട്ട, ചപ്പാത്തി, പത്തിരി, കുബൂസ്, ചിക്കൻ കുറുമ, ചിക്കൻ റോസ്റ്റ്, പിന്നെ ഫ്രൂട്ട്സായിട്ട് മാംഗോ, പിന്നെ വാട്ടർമെലൺ, അങ്ങനെ ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. ചിക്കൻ കറിയും ചിക്കൻ സ്റ്റൂവും ചിക്കൻ റോസ്റ്റും ഒക്കെ കാവേച്ചി തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അങ്ങനെ കേക്ക് മുറിയും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് കാവേച്ചിയുടെ അമ്മയും ചേട്ടനും അവർ തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ അവരുടെ ആനിവേഴ്സറി ആയതുകൊണ്ട് കേക്കൊക്കെ കൊണ്ട് വന്നതായിരുന്നു ആൻറ്റിയും ചേട്ടനും. അങ്ങനെ അവരിറങ്ങായി രാത്രി. ഇനി അവർ പോയി കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇരുന്നുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് ഇവരെന്നെ കഴിക്കാനുണ്ടായിരുന്നുള്ളൂ. കാവേച്ചി നിഖിലേട്ടനാണ് ഫുഡ് കഴിക്കാനുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവർ കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ നിഖിലേട്ടന് കാവേച്ചിയുടെ ആനിവേഴ്സറി പരിപാടിയൊക്കെ കൂടി അവിടെ നിന്ന് വന്നു, ഫുഡൊക്കെ കഴിച്ചു. നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ നിറ്റു ബേബീനെ വന്ന പാടത്തെ പാമ്പേഴ്സൊക്കെ ചേഞ്ച് ചെയ്തു, അവളും ഫ്രഷായി. ഇനി ഞങ്ങൾ കിടക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം ഓൾമോസ്റ്റ് ഒക്കെ ഞാൻ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.